ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സദ്യ സീരീസിലെ 9ാമത്തെ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടുകറിയാണ്. ഇതൊരു പാലക്കാടൻ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുമ്പളങ്ങ ഇതുപോലെ മുറിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ 1 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയും ചെറുതായിട്ട് മുറിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ചേനയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കടലപ്പരിപ്പാണ് വേണ്ടത്. നമ്മളൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് 2 മണിക്കൂർ മുൻപ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കടലപ്പരിപ്പും ചേനയും കൂടെ കുക്കറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 2 വിസിൽ വെച്ചാൽ മതി. ഇനി അതേ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ കുമ്പളങ്ങ വേവിച്ചെടുക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് വേവുന്നതുകൊണ്ടാണ് അത് കുക്കറിൽ ഇടാത്തത്. അപ്പോൾ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും തന്നെ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നല്ല മൂത്ത കുമ്പളങ്ങ ആണെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് 1 കപ്പ്. അതിലോട്ട് 2-3 ഉണക്കമുളക് ഇടുക, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതും കൂടെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, എന്നാലും കുറച്ച് ഒരു ചെറിയ രീതിയിൽ തരിതരിയുള്ള പോലെ അരച്ചെടുത്താൽ മതി. വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടും വെന്തിട്ടുണ്ട്. ഇനി കുമ്പളങ്ങയിലോട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പും അതുപോലെ ചേനയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പൊക്കെ ഒന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. അതിന് ശേഷം കുറച്ച് വെള്ളം ഇടുകയാണ്, ശർക്കര ഒരു കുറച്ച് ഇട്ടാൽ മതി. ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടുകറിയിൽ ഇടാറുള്ളതാണ് പൊതുവെ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആ തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി നമുക്ക് കടുക് വറുത്തെടുക്കണം. അതിലോട്ട് വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ട് പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾക്ക് ഇതിലോട്ട് ഇനി തേങ്ങ ഇടണം. ഞാനിവിടെ ഉണക്ക തേങ്ങ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. സാധാരണ തേങ്ങയാണെങ്കിലും ചേർക്കാം. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ വഴറ്റി എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടുവേ. അപ്പം ബ്രൗൺ കളർ ഈ ഒരു കളർ ആവുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ ഇനി കൂട്ടുകറിയുടെ ഇതെല്ലാം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇനി നമ്മൾക്ക് ഈ കടുക് താളിച്ചതും കൂടെ കൊട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിനൊരു ചെറിയൊരു മധുരവും അതുപോലെ എരിവും കുരുമുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.